സ്കൂളിൽ പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ട്? ഞാൻ പാടട്ടെ? ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ. എന്നെ ഇവള് വിളിക്കുമ്പോ, ഞാൻ സിബിന്ന് വിളിക്കുമ്പോ എന്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവള് അടുക്കളയിൽ പണിയിലായിരിക്കും. അപ്പൊ പറയ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വെച്ചെടുക്കണേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ കുഴപ്പമില്ല, അത് തന്നെ എടുത്താൽ മതിയില്ല. ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവാണ്. കാരണം ഞാൻ പഴയൊരു നാടകക്കാരനായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഫാമിലീനെ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അവർ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വാ ചേട്ടാ, നമസ്കാരം. സുഖായിരിക്കുന്നോ? കുഞ്ഞുമോനും കുഞ്ഞുമക്കളും അങ്ങനെ പറഞ്ഞാലാണ് എല്ലാരും അറിയാല്ലേ. എങ്ങനെ പോകുന്നു ചാനലൊക്കെ? അടിപൊളിയായിട്ട് പോണു. മോളുടെ എന്താ പറയാ, ആക്ടിംഗ് ഒക്കെയാണ് എല്ലാവരും എടുത്തെടുത്ത് പറയാ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എല്ലാരും റെസ്പോൺസ് ഒക്കെ വരാറുണ്ടോ? അങ്ങനെ മോളുടെ ആക്ടിംഗ് അടിപൊളിയാണ്, എങ്ങനെയാ ഇങ്ങനെ പറയുന്നേന്നൊക്കെ? നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളാണല്ലോ അവള്. അതെ, ഫാൻ ബേസ് ഉള്ള ആളാണ് അല്ലേ. ആളുടെ ശരിക്കുള്ള പേര് പറ. അൽമിക. അൽമിക. മക്കളുടെ ഒക്കെ ഒന്ന് പേര് പറയോ? ഒന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ നമുക്ക്? ബിത്വി മരിയ. ആവന. ആവന. എത്രയിലാ രണ്ടുപേരും പഠിക്കുന്നത്? 9th ഫോർത്തിൽ. രണ്ടിലോട്ടല്ലേ? ചേച്ചി പറഞ്ഞില്ല കേട്ടോ. പേര് പറയും. സിബി. സിബി. ഓക്കെ. ചേച്ചി ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യണ്ടോ? ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യണില്ല. ചേട്ടൻ? ഞാന് ശരിക്കും എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ മ്യൂസിഷ്യനാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ പാരന്റ്സ് വയ്യല്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെ. ഓക്കെ. ഇപ്പൊ ഇത് നമ്മുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തോമസ് ഏട്ടൻ. നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ശരിക്കും അച്ഛൻ തന്നെയാണോ ഇവരുടെയൊക്കെ? അല്ല, അതൊരു 100 എപ്പിസോഡ് 100-120 എപ്പിസോഡ് വരെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എന്നും കമന്റ് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇതാ കുഞ്ഞുമോൻ്റെ അപ്പം തന്നെയാണോ? അപ്പോൾ പുള്ളി അതിന് മറുപടി ഇടുന്നത് കുറേ നാൾ മറുപടി ഇട്ടില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിരുന്നു. പിന്നെ അവസാനം വന്നപ്പോൾ ഞാനും പറഞ്ഞു, ജിജോനോട് പറഞ്ഞു, അതങ്ങോട്ട് വെളിപ്പെടുത്തുന്നത് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ നിൽക്കുമല്ലോ. ജിജോൻ്റെ ആ അവസ്ഥ എന്തുകൊണ്ട് എന്നുള്ള എനിക്ക് എന്നെ അങ്ങനെ അഭിനയിപ്പിക്കാനുള്ള അവസരം കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും ആൾ ചോദിക്കുന്നുണ്ട്, ജിജോൻ്റെ ആരാണത്, അപ്പനാണോ സിബിയുടെ അപ്പനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സംശയം തീർത്തിട്ടുണ്ട്. അതെ അതെ അതെ. നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ശരിക്കും എങ്ങനെയാ? ഞാനും പുള്ളിയും തമ്മിലല്ല ആത്മബന്ധം ശരിക്കും. എൻ്റെ മകൻ ബിനോയ് തോമസ്, ആള് ഇറ്റലിലാണ്, അവൻ്റെ വൈഫും ഇറ്റലിലാണ്. ഇവർ ഒരുപാട് കാലം ഇങ്ങനെ ഈ പരിപാടിയായിട്ട് കളിച്ചു നടന്നവരാ. എൻ്റെ മകനും പുള്ളിയും തമ്മിൽ വയസ്സുകൊണ്ട് ഏകദേശം സാമ്യമുണ്ട്. ഈ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 10 വർഷമായി ഗൾഫിൽ നിന്ന് വന്നിട്ട്, 30 വർഷം ഗൾഫിലായിരുന്നു, 10 വർഷമായി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് പുള്ളി ഈ ചാനൽ തുടങ്ങുന്നതും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നത്, അപ്പനായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവാണ്. കാരണം ഞാൻ പഴയൊരു നാടകക്കാരനായിരുന്നു. അപ്പം അന്ന് ഞാൻ നാടക സ്റ്റൈലിലാണ് എല്ലാം പറഞ്ഞിരുന്നത്. കാരണം വെച്ചാൽ ആ സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി. അവനെ പുള്ളി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ ചാനലിലാവുമ്പോൾ നമ്മൾ ആ ഒന്ന് വിട്ടുവിട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നോർമലി വല്ല ആ ഇതിലേക്കാണ് എത്തിയിട്ടുണ്ട്. അതിനെല്ലാം പുള്ളിക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ജിജോ ചേട്ടാ, ഈ ഒരു ചാനൽ തുടങ്ങാനുണ്ടായ ഒരു റീസൺ എന്താ? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫാമിലിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച ആ ഒരു പാഷൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അല്ല, അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല, ഈ നമ്മൾ സ്റ്റുഡിയോ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അവിടെ ഷോർട്ട് ഫിലിം പിന്നെ അങ്ങനെയുള്ള പിന്നെ ഒരു പടവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡബ്ബിങ് അറിയാമല്ലോ, ഡബ്ബിങ് വന്നു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി ചിലപ്പോൾ ഡേ നൈറ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാദറിന് ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരാളുടെ ആവശ്യമുണ്ട് ശരിക്കും, ഇവരെ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയപ്പോൾ എനിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ പോലും അറിയാണ്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു കാരണം. നമുക്ക് അവിടെ ചെയ്ത് ഇതുണ്ടല്ലോ, എഡിറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പഴയ കാര്യങ്ങളാണോ ഒന്ന് പൊടി എനിക്ക് ഒന്ന് അവതരിപ്പിച്ച് തുടങ്ങിയതാണ്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഉള്ള ഒരു ക്രൈസ് നമ്മൾ ചെറുതായിട്ട് പിള്ളേരെ വെച്ചിട്ട് ചെയ്തു.
അപ്പോൾ ആദ്യം വലിയ റെസ്പോണ്ട് ഉണ്ടായില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. മക്കളെയും കൂടി ഇതിനകത്ത് അഭിനയിപ്പിക്കാന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാ തോന്നുന്നത്? മക്കൾ നേരത്തെ ആക്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് വേറെ സപ്പോർട്ടിങ് ആരും ഇല്ല. അപ്പം ഞാൻ പിന്നെ നീ പുറത്തുനിന്ന് വിളിക്കണം, അപ്പോൾ അവരുടെ സൗകര്യം നോക്കണം, കുറച്ച് വിഷയം. അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം ഫ്രീ ആയിട്ട് പിള്ളേർ വീട്ടിലുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, അവറ്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ എല്ലാ എപ്പിസോഡും ഇതുപോലെ ചെയ്തു തുടങ്ങി. കണ്ടന്റ് ഒക്കെ ആരാ? ചേട്ടൻ തന്നെ അല്ലേ മേക്ക് ചെയ്യുന്നതൊക്കെ? എങ്ങനെ ഇതൊക്കെ ഇത്ര വെറൈറ്റി സംഭവങ്ങളൊക്കെ കിട്ടുന്നത്? അല്ല, അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവര് ഭയങ്കര രസമാണ്. ഇവരോടിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്ക് വിമാനം കണ്ടുപിടിച്ച് ആരെന്ന് ചോദിച്ചാൽ അവർ പറയും രാവണനെന്ന് പറയും. കാരണം ഈ റൈറ്റ് സഹോദരന്മാരൊന്നും അല്ല വിമാനം കണ്ടുപിടിച്ചത്, കാരണം അവരിനകത്ത് വിമാനമുള്ള ആദ്യം മറ്റേ രാവണ അതിനുള്ള വന്നത്. അപ്പം ഇമ്മാതിരി വർത്താനമാണ് വരിക. അപ്പം നമ്മളതിങ്ങനെ ഓരോന്ന് ചെയ്ത് ജസ്റ്റ് അവരുടെ വർത്താനം നോട്ട് ചെയ്തിട്ട് അത് കണ്ടന്റാക്കി അങ്ങനെ എടുക്കുകയാണ് ഉള്ളത്. ഞാൻ ആ താരത്തിന്റെ അടുത്തൊന്ന്, ആ താരത്തിനെയാണ് നമ്മൾ മെയിനായിട്ട് എവിടെ ഇവളുടെ ഭയങ്കര ഇവളുടെ ഇപ്പോഴത്തെ നോക്കണ്ട, ഇവളിങ്ങനെ വീട്ടിലേക്കുമ്പോൾ ഇവളുടെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പല കണ്ടന്റുകൾ കിട്ടും. അങ്ങനെ ഐഡിയാസ് ഒക്കെ കിട്ടും അല്ലേ? മോള് എന്താ പറയാ, പപ്പയുടെ ഒപ്പൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ മടിയൊക്കെ ഉണ്ടായിരുന്നോ മോക്ക്? അതോ ഇഷ്ടായിരുന്നോ ചെയ്യാൻ? മടിയൊന്നുമില്ല അല്ലേ? ഒരു മടിയില്ലാത്ത വെച്ചാൽ കാര്യം ഈ ക്യാമറ വെച്ചാൽ അവള് റേഞ്ച് മാറും. സ്റ്റാർട്ട് പറഞ്ഞാൽ പിന്നെ ആള് വേറെ ആളായി. ഡയലോഗ് ഒക്കെ കാണാണ്ട് പഠിക്കോ വാവ? അതൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, നേരത്തെ പറയുന്നില്ല, നമ്മൾ സ്പോട്ടിൽ പറയുള്ളൂ. അപ്പൊ ആള് അത് പറഞ്ഞു തന്നു. അത് ഇവിടെ മാത്രമല്ല, ഇവരെല്ലാവരും അങ്ങനെ നിങ്ങളെല്ലാരും അങ്ങനെയാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് സിബി ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല. അവളുടെ അതേ ടോൺ ഇവിടെ നമ്മളോട് സംസാരിക്കുന്ന അതേ സംഭവം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കണേ. ഇപ്പം എന്നെ ഇവള് വിളിക്കുമ്പോൾ, ഞാൻ സിബിന്ന് വിളിക്കുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവള് അടുക്കളയിൽ പണിയിലായിരിക്കും. അപ്പോൾ പറയ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വെച്ചെടുക്കണേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ കുഴപ്പമില്ല, അത് തന്നെ എടുത്താൽ മതിയില്ല, നമുക്ക് വേറെ എഴുതാൻ നിൽക്കണ്ട. അപ്പൊ അത് ഈ അമ്മക്കിട്ടുള്ള പണി കൊടുക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ മറ്റേ കൈ മുറിഞ്ഞ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാ നിങ്ങള് ശരിക്കും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ ഒരു തലവെടുപ്പും കണ്ടന്റ് കാര്യങ്ങളിൽ തന്നെ അതൊന്ന് വികസിപ്പിച്ച് ചെയ്യുന്നത്? ഞാൻ പ്രത്യേകിച്ച് കണ്ടന്റിന് വേണ്ടിട്ട് നടക്കണില്ല. നമ്മള് വീട്ടില് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോ എവിടെ പോണ ഒന്ന് വാച്ച് ചെയ്താല് കറക്റ്റ് ഇവരിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പം നമ്മളിൽ തന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവള് പറയണതും തോമസിന്റെ വർത്താനം പറയുമ്പോഴും നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടും. അപ്പം അത് ജസ്റ്റ് ഒന്ന് എഴുതി റെഡി ചെയ്യാൻ മതി. ഇതിനകത്ത് ചേട്ടാ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ആദ്യമേ ഒക്കെ വരുമായിരുന്നു. അതായത് ഇപ്പൊ ഫുള്ള് ഫാൻസ് ആണ്, മക്കളുടെ ആയാലും നിങ്ങളുടെ എല്ലാവരുടെയും ഫാൻസ് ആണ് കൂടുതൽ. ഇപ്പൊ നേരത്തെ ഒക്കെ ചെയ്ത് തുടക്കത്തിലുള്ള ടൈമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ഒക്കെ? അങ്ങനെ നെഗറ്റീവ് കമന്റുകൾ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പം ഞങ്ങള് പ്രായമായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ പിള്ളേരുള്ളത് കൊണ്ടായിരിക്കും ആ നെഗറ്റീവ് കമന്റ് ഒന്നും അധികം വന്നിട്ടില്ല. ഇപ്പൊ മക്കളാണെങ്കിൽ മോള് സംസാരിക്കോ? പിന്നെ സംസാരിക്കുകയും ചെയ്യും. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ ആളുകളൊക്കെ പറയാ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? നാണം വരുന്നുണ്ട്. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടാവാറുണ്ടോ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ? അവരൊക്കെ എന്ത് പറയും മോളോട്? നന്നായിട്ടുണ്ടെന്ന് പറയും. ഇനിയും കൊറേയൊക്കെ ചെയ്യാൻ പറയോ അവരൊക്കെ? നാണം വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഈ ഒരു ഇത് മാറ്റിട്ട് നമ്മള് അടുത്ത ഇത് ഡയലോഗ് ഇതാണ്, അപ്പൊ ചോദ്യം ഇതാണ്, ഡയലോഗ് എന്ന് പറഞ്ഞാൽ ആള് ഓക്കെ. എന്നാ മോള് ഒരു പാട്ട് പാടാവോ നമുക്ക് വേണ്ടി? ചെറിയൊരു പാട്ട്. അപ്പേ ഞാൻ നാളെ സ്കൂളിൽ പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ട്? ഞാൻ പാടട്ടെ? ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ. ഇതിങ്ങനെയല്ലത്, അങ്ങനെ തന്നെ അല്ലടി. ഇത് ഒരു മിനിറ്റ്, ദളമള ചന്തി ഇതിങ്ങനെയാണത്. ഒന്നുകൂടി പാടി.
ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, ദളമള ജന്തി കിളിയുടെ കണക്കുണ പോലെ, പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ. ഒരു മിനിറ്റ് ഞാൻ പാടിയോട്ടെ. ദളമളച്ചന്തി കറക്റ്റാ, ദളമളച്ചന്തി കറക്റ്റാ. ദളമളച്ചന്തി കിളിയുടെ കണക്കുണ പോലെ, ആ കറക്റ്റ്. കിളിയുടെ കണക്കുണ പോലെ, പിളിങ്ങി ചിളിങ്ങി പെളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ, കറക്റ്റാ. പിണ്ണാക്കു തിന്നു പാട്. ദളമളച്ചന്തി കിളിയുടെ കണക്കുണ പോലെ, കിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ, പിണ്ണാക്കു തിന്നോ. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പാടിയല്ലോ. ഈ പാട്ട് എങ്ങനെ എത്ര ദിവസം എടുത്താ പഠിച്ച മാവ? അങ്ങനെ എടുത്ത് പഠിക്കാനൊന്നുമില്ല. ഇതിപ്പോ പെട്ടെന്ന് പഠിച്ച ആള് പാടി. അതിന് ആൾക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതലാണ്. കാരണം നമ്മൾ അപ്പപ്പോ സ്പോട്ടിൽ എടുക്കണമല്ലേ. അതെടുത്തത് പിന്നെ ഡബ്ബിയും ചെയ്യില്ലേ. ഡബ് ചെയ്ത് കഴിയുമ്പോൾ അവളത് പഠിച്ച് അതിനുള്ളിൽ പഠിച്ചെടുത്ത് അതന്നെ അത് ആ വരികൾ പറഞ്ഞു കൊടുത്താൽ ആള് തന്നെ വരികൾ. ഇപ്പൊ ആള് പാട്ട് പാടണമെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നാള് പെരിയോനെ എന്ന് പറഞ്ഞ പാട്ട് പാടണ്ട. പെരിയോനെ 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 അല്ല എന്ന് വെച്ചാലേ പെരിയോനെ വരിയന് റഹ്മാനെ. അപ്പൊ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് പെരിയോനെ എൻ ബഹുമാനെ, പെരിയോനെ എൻ ബഹുമാനെ. അപ്പൊ ഞാൻ നോക്കിയ ബഹുമാൻ, ആ ബഹുമാൻ തന്നെയാണ്. കറക്റ്റാ, ബഹുമാനല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള വരിയാ. പാടേ പാട്. ആ രണ്ടുപേരും പാടിക്കോ. പെരിയോനെ പാട് പാട്. ആ പാട്. പെരിയോനെ പിരിയോനെ ബഹുമാനെ, പിരിയോനെ ബഹുമാനെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാട്ടിനാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ. അതെ അതെ അവൾ ആ ട്യൂൺ അനുസരിച്ച് ഒരു വാക്കയില് പറഞ്ഞു മാത്രം. അപ്പൊ അത് നമ്മള് മാത്രം കറക്റ്റ് പറഞ്ഞു. അതെ, റഹ്മാനാണോ ബഹുമാനാണോ അത് റഹ്മാനോ അറിയാൻ അവൾ കേട്ടില്ല. ബഹുമാന കേട്ടുണ്ട്. ബഹുമാന അല്ലെ അക്കു? ശരിയല്ലേ? വേറെ പാട്ടുണ്ടോ? വേറെ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ അക്കുവിന്റെ സ്പെഷ്യൽ പാട്ടുകള്? പാട്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ഓർമ്മയിട്ടില്ല. അവിടെ ഇതിനു വേണ്ടി നമ്മളൊന്നും ഇത് ചെയ്തിട്ടില്ല. ആളുടെ അറിയാണ്ട് വന്നു പോണ വരികളല്ലേ ഈ വരികളൊക്കെ? ചേട്ടൻ തന്നെയാണോ എഴുതുന്നത്? ഈ നളജമന്തി അല്ലെ ദളമളചന്തി ഞാനും മറന്നുപോയി. അത് കിളിയുടെ കണക്കുണ പോലെ, കണകുണ പോലെ കുണുങ്ങി കുണുങ്ങി പിളിങ്ങി ചെളിങ്ങി പിളിങ്ങി പെണ്ണ്. അല്ല അവൾക്കത് ഇവള് കുറച്ച് അവിടെ ഇട്ട് പാടും. അപ്പം നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നുകൂടി എന്തൊക്കെയാണ് അത്. പക്ഷേ ഇവൾക്ക് ഈ ഞാനും വിചാരിക്കുന്നത് ഇവിടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് ഇതിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. ആള് ആ സ്പോട്ടിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. ആള് പറഞ്ഞോളൂ അല്ലേ? ഓക്കെ.